കൊല്ലത്ത് യുവ അഭിഭാഷകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം കൊല്ലം ACP ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, എന്തായിരുന്നു ഈ സംഭവം? പോലീസിന്റെ ഭാഗത്ത് ഏത് തരത്തിലുള്ള അനാസ്ഥ ഉണ്ടാകുന്നെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്? ഇതിനെ കൊല്ലത്തെ മുതിർന്ന അഭിഭാഷകനും CPM നേതാവുമായ ഷാനവാസ് ഖാൻ യുവ അഭിഭാഷകയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളൊരു പരാതിയിൽ കേസ് എടുത്തിരുന്ന് 10 ദിവസം പിന്നിടുകയാണ്. ആ സമയത്ത് ഇതുവരെയും പ്രതിയെ പിടികൂടാതെ മുൻകൂർ ജാമ്യം തേടാൻ അവസരം ഒരുക്കിയെന്നുള്ളൊരു ആരോപണം തന്നെയാണ് കുടുംബം ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നത്. ഇതിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ACP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. അല്പസമയം മുൻപ് ആരംഭിച്ച മാർച്ച് ബാരിക്കേഡ് വെച്ച് അതിന് സമീപത്തായി പോലീസ് തടഞ്ഞു. പ്രവർത്തകർ പക്ഷേ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അതിനുശേഷം അവിടെ ആ യോഗം ചേരുകയും ചെയ്തു. ഇപ്പോൾ ഈ വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷൻ ചേരുന്നുണ്ട്. 10 ദിവസമാവുകയാണ്. കേസെടുത്ത് എല്ലാം ചെയ്തു, പക്ഷെ അറസ്റ്റിലേക്ക് മാത്രം കടന്നിട്ടില്ല. നമ്മൾ അറിഞ്ഞതുപോലെ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. ഈ പെൺകുട്ടി ഈ വിഷയവുമായി സമൂഹത്തിലേക്ക് വന്നു. പക്ഷേ ഈ പെൺകുട്ടിക്ക് ഈ കേസിൽ ഈ വിഷയത്തിൽ ഒത്തുതീർപ്പിനാണ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. ഇന്ന് കുട്ടി കേസ് കൊടുത്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ 354 വകുപ്പ് ചാർത്തി FIR ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇദ്ദേഹത്തെ ഈ ഷാനവാസ് ഖാനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി അറസ്റ്റ് വീണ്ടും വൈകിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധം ശക്തമാക്കുമോ? പ്രതിഷേധം ശക്തമാക്കുകയും ഈ പെൺകുട്ടി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ, ഈ പെൺകുട്ടിക്ക് നീതി കിട്ടുന്നത് വരെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ശക്തമായി ഇവിടെ തെരുവിൽ നിലകൊള്ളുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സൈഫുദ്ദീൻ, അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഒരു 2 മാസം ഗർഭിണി കൂടിയാണ്. ഇത്തരത്തിൽ ഒരു മാനസിക പീഡനം, ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ആശുപത്രിയിൽ തന്നെ അഭിമുഖമായി പ്രാപിക്കേണ്ടി വരുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസ് ഇതുവരെയും കൃത്യമായി അതിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണം വരുന്നു. മറുവശത്ത് തെളിവെടുപ്പിനിടെ ഷാനവാസ് ഖാന്റെ വീട്ടിൽ ഈ ഷാനവാസ് ഖാന്റെ മകൻ ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചതായി ഒരു പരാതി നൽകിയിട്ട് കേസെടുക്കാതെ അവർക്ക് ഷാനവാസ് ഖാന്റെ കുടുംബം നൽകിയ പരാതിയിൽ ഒരു കേസെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് വുമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലൂടെ ശക്തമായി അറിയിക്കുന്നത്. സൈഫുദ്ദീൻ.